So guys, welcome to my YouTube channel. My name is Jubin. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മിസ്റ്റർ അച്ചായൻ എന്നാണ്. സോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അടിപൊളി സ്പോട്ടാണ്. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ മൂന്നാർ, കാന്തല്ലൂരാണ്. കാന്തല്ലൂർ എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, അവിടേക്കുള്ള റൈഡിങ്ങും ക്യാമ്പിങ്ങും പിന്നെ കുറച്ച് ഓഫ് റോഡ് എക്സ്പീരിയൻസും ആണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. എനിവേ, എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം കുറച്ച് ലെങ്തി ആയിരിക്കും. സോ ഞാനത് ചിലപ്പോൾ പാർട്ടായിട്ടായിരിക്കും കാണിക്കുന്നത്, പാർട്ടായിട്ടായിരിക്കും, 2 പാർട്ടായിട്ടായിരിക്കും കാണിക്കുന്നത്. എനിവേ, ഇത് ഫസ്റ്റ് പാർട്ടായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പൊന്നു ചാനൽ ഞാൻ ഒന്ന് ചെയ്തോട്ടെ. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന വീഡിയോക്ക് ഇതേപോലെ നിങ്ങൾ കട്ടയ്ക്ക് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന ഓരോ വീഡിയോസിനും ഇതേപോലെ നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ദിവസം, 2020 അവസാന ദിവസം എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഈ ഒരു ദിവസത്തിനുണ്ട്. അങ്ങനെ ഡിസംബർ 31 ഞാൻ കാന്തല്ലൂർ പോകാനുള്ള ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ രാവിലെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മൂന്നാറിലേക്ക് തിരിച്ചു. അതിരാവിലെ ആയതുകൊണ്ടായിരിക്കാം റോഡുകളിലൊക്കെ തീരെ തിരക്കുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ അതിരാവിലെ തന്നെ നമ്മളിങ്ങനെ നമ്മൾ ഈ ഒരു ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ഷീണമൊന്നുമില്ലാതെ നമുക്ക് എത്തേണ്ടടുത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ അതുകൊണ്ടുള്ള വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട കാഴ്ചകൾ, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാണാൻ പറ്റുന്ന ഒരുപാട് സീനറീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്സാവും. അങ്ങനെ ഒരു 6-6:30 ആയപ്പോഴേക്കും ഞങ്ങൾ അടിമാലിയൊക്കെ എത്തി നൈസായിട്ടൊരു കട്ടനൊക്കെ അടിച്ച് പിന്നെ ഞങ്ങളുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒട്ടും പ്ലാൻഡ് അല്ലാതെ ഭയങ്കര ഒരു അൺപ്ലാൻഡ് ആയിട്ട് പോയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. പിന്നെ നമ്മൾ പറയുമല്ലോ, അൺപ്ലാൻഡ് ട്രിപ്സ് ആർ മോർ ഓസം ദാൻ പ്ലാൻ ട്രിപ്സ്. അപ്പോൾ അതേപോലെ ഒരു ട്രിപ്പായിരുന്നു ഇത്. പിറ്റേ ദിവസം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബൈക്കേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്കെല്ലാം. പിന്നെ നമുക്ക് അത്യാവശ്യം കോർണർ ചെയ്യാനൊക്കെ പറ്റിയ റോഡുകളായിരുന്നു നമ്മൾ ഈ പോകുന്ന വഴിക്ക്. മൂന്നാർ എത്തുന്നതിന് മുമ്പുള്ള എല്ലാം, മൂന്നാർ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ്, കംപ്ലീറ്റ് വളവും തിരിവും ഒക്കെ തന്നെയാണ്. ഒരുപാട് എക്സ്ട്രീം കോർണറിംഗ് ഒന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോർണറിംഗ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റിയ റോഡുകളായിരുന്നു നമുക്ക് മൂന്നാർ പോകുമ്പോഴെല്ലാം. പിന്നെ റോഡ് പണി എല്ലായിടത്തും, പിന്നെ റോഡ് പണിയാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മൂന്നാർ സൈഡിലോട്ടും കംപ്ലീറ്റ് റോഡ് പണിയായിരുന്നു അവിടെ ഇവിടെ എല്ലാം ആയിട്ട്. ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയരിയിൽ കണ്ടൊരു ഹോട്ടലിൽ നിർത്തി. അങ്ങനെ ഹോട്ടലിൽ നിർത്തി നൈസായിട്ടൊരു ദോശയൊക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുമ്പോഴാണ് ഈ ഹോട്ടലിനോട് ചേർന്നിട്ട് തന്നെ അവർ തന്നെ ഒരു വ്യൂ പോയിന്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്കെല്ലാം അവിടെ ചെന്ന് ആ ഒരു വ്യൂ എല്ലാം കണ്ട് ആസ്വദിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മലകളും കുറേ കാടും എല്ലാം കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. ഒരുപാട് വലുതൊന്നുമല്ല, ചെറിയൊരു ഹോട്ടൽ, പക്ഷെ എന്നാൽ പോലും നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് എല്ലാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെയും ഞങ്ങൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്ന ഓരോ വ്യൂ പോയിന്റുകളും ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി മാക്സിമം റിലാക്സ് ചെയ്ത് എല്ലാം വ്യൂ എല്ലാം കണ്ട് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കണ്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ദേ വരുന്നു നമ്മുടെ ആനവണ്ടി, നല്ല മാസ് എൻട്രി ഒക്കെ കൊടുത്തു. ആനവണ്ടിയൊക്കെ കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവരും നൈസായിട്ട് സൈഡൊക്കെ കൊടുത്ത് ഒന്ന് ഒതുങ്ങി കൊടുത്തു എല്ലാവരും. ആനവണ്ടി കാണുമ്പോൾ പിന്നെ പൊതുവെ എല്ലാവർക്കും കുറച്ച് ബഹുമാനം കൂടുമല്ലോ. അങ്ങനെ 2 സൈഡിലും നല്ല പച്ച വിരിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫീലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു
തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് ഭയങ്കര ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ് അത് സത്യം പറഞ്ഞിട്ട്. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമായിരുന്നു. ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തു കൂടെ പോകുമ്പോഴല്ല. അപ്പോൾ എവിടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഒരു വളവിലും വണ്ടി നിർത്തി അവിടെ നിന്ന് 4 ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എല്ലായിടത്തും നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് തന്നെ കറക്റ്റ് ടൈമിൽ എത്തില്ല എന്നുള്ളൊരു കൊണ്ട് മാത്രം അങ്ങനെ ചുമ്മാ സ്ലോ ആക്കി എല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ബ്രേക്കൊക്കെ എടുത്ത് ചുമ്മാ റോഡ് സൈഡിലൊക്കെ നിർത്തി. ഇപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുരങ്ങൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതിനെ നോക്കി കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിരുന്ന് താഴെ ചെറിയൊരു വാട്ടർഫോളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കുറച്ചൊക്കെ നോക്കി കുറേ നേരം, അങ്ങനെ കുറേ നേരമല്ല, ഒരു 5 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങളിങ്ങനെ തിരിച്ച് പോരുന്ന വഴിക്കാണ് ഒരു ഭാരത് ബെൻസിൻ്റെ ലോറി ഇതേ താഴെ മറിഞ്ഞ് കിടക്കുന്നു. അങ്ങനെ പൊതുവെ മലയാളികളുടെ ഒരു സ്ഥിരം സ്വഭാവം പോലെ ഞങ്ങൾ ചുമ്മാ വണ്ടിയൊക്കെ നിർത്തി കാര്യം എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് അവരോട് ചോദിച്ച് അങ്ങനെ എല്ലാം അറിഞ്ഞ് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് അവിടുന്ന് നൈസായിട്ട് അവിടുന്ന് ഞങ്ങൾ അങ്ങനെ സ്കിപ്പായി. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു ചെറിയൊരു ഓഫ് റോഡ് നമ്മുടെ കണ്ണിൽ പെട്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, മറക്കൊന്നും ചിന്തിക്കാതെ വാടാ മക്കളെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ നേരെ ഓഫ് റോഡ് വെച്ച് പിടിച്ചു. എവിടെ എത്തുന്നോ എവിടേക്കാണെന്നോ അല്ലെങ്കിൽ എത്ര ദൂരം ഉണ്ടെന്നോ ഒന്നും അറിയൊന്നുമില്ല. എന്നാൽ പോലും ചുമ്മാ ഒരു ആകാംക്ഷയുടെ പുറത്ത് പോവുകയുണ്ട്. കാരണം ചിലർക്കൊക്കെ ഓഫ് റോഡ് റൈഡ് ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും. ചിലർ ഓൺ റോഡ് മാത്രം ഓടിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഓഫ് റോഡിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ചു അങ്ങോട്ട്. കാര്യം നമ്മുടെ എക്സ്പൾസ് പോകുന്ന പോലെ നമ്മുടെ NS പോകില്ലെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഓഫ് റോഡ് വെച്ച് പിടിക്കാനൊക്കെ NS മിടുക്കനായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും എക്സ്പൾസിനോട് മത്സരിച്ചെത്താനോടും അല്ലെങ്കിൽ എക്സ്പൾസിനോട് കിടപിടിച്ച് ആ ഒരു ഓഫ് റോഡ് പോകാനൊന്നും നമ്മുടെ NSന് പറ്റുന്നില്ല. എന്നാൽ പോലും നമ്മൾ മാക്സിമം നല്ലപോലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എക്സ്പൾസിൻ്റെ പോലെ ഒരു ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയുള്ള ഒരു ബൈക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ചാട്ടവും എല്ലാം കുറച്ച് കൂടുതലായിരുന്നു. എന്നാലും സാരമില്ല, നമുക്ക് അതിന് ഓഫ് റോഡിന് വേണ്ടി ഇപ്പോൾ ഒരു ബൈക്ക് മേടിക്കുന്നത് നടക്കില്ല. അതുകൊണ്ട് ഉള്ളത് വെച്ചത് ഓണമെന്ന് പറഞ്ഞ പോലെ കാണുന്ന വഴിക്കെല്ലാം കയറിപ്പോയി. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? താനിത് പൊളി
ഞങ്ങൾ എത്താറായി. മറയൂർ കഴിഞ്ഞ് കാന്തല്ലൂരിലേക്ക് പോകുമ്പോഴേക്കും ക്ലൈമറ്റ് ടോട്ടലി മാറി. ഇത്രയും നേരം ഉണ്ടായിരുന്ന ഒരു ക്ലൈമറ്റേ അല്ലായിരുന്നു. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് കോടയും മഴയൊക്കെ പെയ്ത് ഞങ്ങൾ ആകെ നനഞ്ഞ് കുളിച്ച് ഒരു പരിവായ. ശരിക്കും ഞങ്ങൾ റൂമിൽ എത്തിയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കംപ്ലീറ്റ് മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് തിരിക്കാൻ ഉള്ള പരിപാടിയെല്ലാം നോക്കി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിൻ്റെ അവിടുന്ന് പോന്നു. എന്നിട്ട് ഞങ്ങളുടെ ബൈക്കൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അങ്ങനെ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെയൊക്കെ മെയിൻ ചേട്ടന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോന്നു. അങ്ങനെ ഞങ്ങളുടെ ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വിട പറയുകയാണ് ഈ ഒരു കാന്തല്ലൂരിനോട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാന്തല്ലൂർ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഞങ്ങൾ നിന്ന ഈ ഒരു പ്ലാനറ്റ് കാന്തല്ലൂർ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമ്പിങ് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് പോരാൻ തോന്നുന്നില്ല. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമെങ്കിലും അവിടെ നിൽക്കണം നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രയും നല്ലൊരു ആംബിയൻസും. കാരണം ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് തീരുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരുപാടുണ്ട് അവിടെ കാണാൻ, ഒരുപാട് കാര്യങ്ങൾ കാണാനും എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഒരു ക്യാമ്പിങ്ങിനെ പറ്റിയെല്ലാം മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അതെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ കാന്തല്ലൂർ എന്ന ആ സ്വർഗത്തിൽ നിന്ന് വീണ്ടും പഴയ ആ ഒരു ജീവിതത്തിലേക്ക് തന്നെ മടക്കം.